ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ട്രെയിലറാണ്. അതായത് മാളികപ്പുറത്തിൻ്റെ ഡയറക്ടർ വിഷ്ണു ശങ്കറും മാളികപ്പുറത്തിൻ്റെ റൈറ്ററും കൂടെ ആയിട്ടുള്ള അഭിലാഷ് പിള്ള ചെയ്യുന്ന പുതിയ സിനിമ സുമതി വളവ്. ഇതിൻ്റെ മെയിൻ കാസ്റ്റ് ആരൊക്കെയാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ അർജുൻ അശോകനുണ്ട്, ഷൈജു കുറുപ്പുണ്ട്, ഗോകുൽ സുരേഷ് ഉണ്ട്, ബാലു അഗസ്, പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടത് ഓൾമോസ്റ്റ് 40 ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലാട്ടോ പറഞ്ഞേ, 40 ആർട്ടിസ്റ്റിൽ കൂടുതൽ ആൾക്കാർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇതെന്നാണ്. ഇത് നാളെയാണ് റിലീസ് ചെയ്യുന്നത്, August 1st, 2025. നമുക്ക് എന്തായാലും ഇതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. സുമതി വളവ്. വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ നേരെ ഒരു മരം ഒന്ന് ഒറ്റ വീഴ്ച, എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടി. ഞാൻ പിന്നെ ഒന്നും നോക്കാൻ പോയില്ല, ഞാൻ പുറത്തിറങ്ങി. എനിക്ക് എന്ത് സുമതി, ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ദേ മുമ്പിൽ നിൽക്കണ സുമതി. സുമതിയെ കണ്ടാന്നാ ഇങ്ങനെ ഇത്ര അടുത്ത് മുഖാമുഖം. പേടിച്ചു. നീ അവളോട്ടും പ്രേമത്തിലായിരുന്നു. എടാ, പഴയ കാമുകിയുടെ കല്യാണത്തിന് പോയി സദ്യ വിളമ്പുന്നതാടാ ഹീറോയിസം. ആശാരന്ന ചരട് ജപിച്ച് കിട്ടിത്തത്ത പിന്നെ എന്റെ പേടിയൊക്കെ മാറി. എങ്കിലും ഒറ്റയ്ക്ക് രാത്രി സുമതി വളർന്ന് കിടക്കാൻ പറ്റും. ഈ സുമതിയോള് കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നകുമാരാ. പട്ടാളം അറിയണ്ട. എന്താ യുദ്ധമൊന്നുമില്ലേ? നിനക്ക് യുദ്ധം വേണോ? സാറേ, ഞങ്ങളെ നാടൊക്കെ ഇഷ്ടായ? പിന്നെ കൊള്ളാടോ. എനിക്ക് നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ യക്ഷിക്കഥയാണ്. ഇതൊക്കെ ഉള്ളതാണോ? ആയില്യം കാരണമൊന്ന് സൂക്ഷിച്ചോ. ചില നിയോഗങ്ങൾ നിന്നെ തേടി വരും. ഭയക്കരുത്. മോനെ, ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ഒരു പേടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ പേടിക്കാം, കുഴപ്പമില്ല. ഒരു രക്ഷയില്ലാത്തൊരു ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഹൊറർ പ്ലസ് ഒരു കോമഡി, ഒരു ജോൺറയിൽ നിൽക്കുന്ന ഒരു ത്രില്ലർ എന്നും കൂടെ പറയാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഫിലിമാണെന്നാണ് തോന്നുന്നത് ട്രെയിലറൊക്കെ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു മുകേഷിൻ്റെ മകനുണ്ടെന്ന് തോന്നുന്നു, മുകേഷിൻ്റെ മകനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സീനിൽ കണ്ടത്. പിന്നെ ഷൈജു കുറുപ്പ്, ഗോകുൽ സുരേഷ് ഒക്കെ ഉണ്ട്. കണ്ടിട്ട് ഇറ്റ്സ് ഗോൺ ബി ഹിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ, പക്ഷേ ഐ റിയലി ഫീൽ ലൈക്ക് ഇറ്റ്സ് ഗോൺ ബി ഹിറ്റ്. കാര്യം ഒരുപാട് നല്ല എലമെന്റ്സ് ഒക്കെ കണ്ടു, കുറച്ച് കോമഡി പരിപാടി കണ്ടു, കുറച്ച് ത്രില്ലറിൻ്റെ കുറച്ച് സാധനങ്ങൾ, ഹൊറർ റിലേറ്റഡ് സാധനങ്ങൾ, അതിൻ്റെ മേക്കിംഗ് കണ്ടിട്ട് നല്ല രസമായിട്ട് തോന്നുന്നു. പക്ഷെ ഒരിക്കലും ഒരു ട്രെയിലർ കണ്ടിട്ട് നമുക്ക് സിനിമ ഹിറ്റാവോ ഫ്ലോപ്പാവോ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഓരോ സീൻസ്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഓരോ സീൻസ് നല്ല രസമായിരിക്കും, പക്ഷെ രണ്ടെല്ലാം കൂടെ അല്ല യോജിപ്പിച്ച് വരുമ്പോൾ അത് നല്ലൊരു ഭംഗിയിൽ അത് വന്നില്ലെങ്കിൽ നമുക്ക് അത്രയും രസമായിട്ട് തോന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് സിനിമ പൊട്ടും. പക്ഷെ ഇത് കണ്ടിട്ട് സീൻസൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സ്റ്റോറിയും കൂടെ ഉണ്ടെങ്കിൽ ഫോർ ഷുവർ, സ്റ്റോറി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്, ഫോർ ഷുവർ ദിസ് ഇസ് ഗോണ ബി ഹിറ്റ്. എന്തായാലും ഒരു ഗംഭീര പടമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ദ കംപ്ലീറ്റ് ക്രൂ ആൻഡ് ടീമിൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ ഹിറ്റാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ സിനിമ ഹിറ്റാവോ ഫ്ലോപ്പാവോ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള പ്രിഡിക്ഷൻ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എത്ര പേരുടെ പ്രിഡിക്ഷൻ ശരിയാകും തെറ്റാകും എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൺടിൽ ദെൻ ബൈ. അങ്ങനെ എല്ലാം കൂടെ എന്താ ഒരു പ്രേതപ്പടം, അതിനകത്ത് കുറേ ലവ് ട്രാക്ക്, കുറച്ച് പരിപാടികൾ, കോമഡി ഇങ്ങനെ ഉദ്ദേശിച്ചതാണ് പരിപാടി. എനിക്ക് പേഴ്സണലി ഇത് ഫസ്റ്റ് ഹാഫ് വരെ ഒരുവിധം ഒപ്പിക്കാം എന്ന് തോന്നി, പക്ഷേ പിന്നെ അങ്ങോട്ട് അവസാനമായപ്പോഴേക്കും മൊത്തം അടിപോയിട്ടാണ് ഫീൽ ഉള്ളത്. അപ്പം പ്രേതമാണ് എല്ലാവരും വിളിച്ചു. ഇങ്ങനെ പ്രേതം എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി കാണാതാണ്. കൃഷ്ണമണി കാണാൻ കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കാം പ്രേതമാണ്.